നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായുന്ന ചുവപ്പ്, ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് നീങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പുറത്താക്കുമെന്ന കാര്യവും ജനങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാകുമോ എന്ന കാര്യമാണ് ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിസ്മൃതിയിലേക്ക് ആഴ്ന്നു പോകുന്ന കാഴ്ചയാണ് സമകാലിക രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിലെ നിർണായക ശക്തിയായിരുന്ന ഇടതുപക്ഷം ഇന്ന് കേവലം നാമമാത്രമായ സാന്നിധ്യമായി ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളും ജനവിരുദ്ധമായ നിലപാടുകളും മുറുകെ പിടിക്കുന്ന CPM പോലുള്ള പാർട്ടികൾക്ക് ആധുനിക ഇന്ത്യയിൽ പ്രസക്തിയില്ലെന്ന് ഓരോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലും അതുപോലെ ത്രിപുരയിലും പതിറ്റാണ്ടുകൾ ഭരണം കൈയാളിയവർ ഇന്നവിടെ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ പാപ്പരത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് അന്ധമായ വിരോധങ്ങളും വിഘടനവാദ നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യൻ വോട്ടർമാർ കൽപ്പിച്ചു നൽകുന്ന ശിക്ഷയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിന്റെ അവസാന കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലും ചുവപ്പ് കൊടിയുടെ ആയുസ് അവസാനിക്കുകയാണെന്ന സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത അഴിമതിയും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയും ജനങ്ങളെ പാർട്ടിക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ഭരണ തുടർച്ച നൽകിയ ആത്മവിശ്വാസത്തിൽ പാർട്ടി പുലർത്തുന്ന ഏകാധിപത്യ സ്വഭാവവും ധാർഷ്ട്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയ്ക്ക് അന്യമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും കരുവന്നൂർ മുതൽ മാസപ്പടി വരെയുള്ള വിവാദങ്ങളും പാർട്ടിയുടെ അടിത്തറ ഇളക്കി കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കേവലം ഊഹാപോഹങ്ങൾ കൊണ്ടല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ കൃത്യമായ വീക്ഷണം തന്നെയാണ്. ദേശീയ തലത്തിൽ CPMന്റെ അംഗീകാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പാർലമെന്റിൽ അംഗങ്ങളല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഭരണമില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. യുവതലമുറയുടെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്ത പഴയ കാലഘട്ടത്തിലെ മുദ്രാവാക്യങ്ങൾ മാത്രം ഉരുവിടുന്ന ഒരു നേതൃത്വം പാർട്ടിയെ നാശത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തോടുള്ള നിഷേധാത്മക നിലപാടും മതവിശ്വാസത്തോടുള്ള പുച്ഛവും ഭൂരിപക്ഷ ജനതയെ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന ഭരണവിരുദ്ധ വികാരം കേവലം താൽക്കാലികമല്ല, മറിച്ച് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. അതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം കമ്മ്യൂണിസത്തെ തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഭരണത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനമായ കേരളത്തിൽ പോലും ജനവികാരം ഭരണപക്ഷത്തിന് എതിരായി മാറിയിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ അവഗണിക്കുകയും അഴിമതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിക്ക് കേരളം നൽകാൻ പോകുന്ന മറുപടി അതിശക്തമായിരിക്കും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച അതേ പതനം കേരളത്തിലും ആവർത്തിക്കുന്നതോടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് യുഗം പൂർണ്ണമായും അവസാനിക്കുമെന്ന കാര്യവും തീർപ്പായി. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് മാറ്റപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി CPM മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നേതൃത്വമൊന്നും തയ്യാറാകുന്നില്ല എങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അത് അടിവരയിട്ട് ഉറപ്പിക്കുമെന്ന കാര്യവും തീർച്ചയാണ്. കേരളത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമൊക്കെ അതിന്റെ സൂചന തന്നെ. കേരളം ഒരു സംസ്ഥാനത്ത് കൂടി കമ്മ്യൂണിസം ഇല്ലാതാകുന്നതോടെ ഇന്ത്യയിൽ ആ ചുവപ്പ് എന്നേക്കുമായി മായും. അത് തന്നെയാണോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്?